എന്റെ പ്രിയപ്പെട്ടവരെ, പല മഹത്തുക്കളായ പണ്ഡിതന്മാരും റമളാൻ മാസം എഴുതി കഴിഞ്ഞാൽ അവര് ദറസുകളും പഠിപ്പീരൊക്കെ നിർത്തും. അവര് ഖുർആനിന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്ക്, ഒരു ജുസു ഓതിയിട്ടുണ്ടോ? ഇന്ന് 6ാമത്തെ നോമ്പല്ലേ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ജുസുവെങ്കിലും അള്ളാഹുവെ എനിക്ക് നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഖുർആനുമായി നമുക്ക് എന്ത് ബന്ധമാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കി 11 മാസം പോലെയല്ല റമളാൻ. റമളാനിന്റെ 1ാമത്തെ രാവിലെ തന്നെ ലോകത്തുള്ള സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിട്ടിരിക്കുക. എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിട്ടിരിക്കുക. ഇപ്പൊ ശൈത്താന്മാരൊന്നും ഇല്ല. അള്ളാഹുവേ, എന്നിട്ട് നമുക്ക് ഈ ഖുർആൻ തൊടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാണെന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാ ശൈത്താന്മാരെയും കെട്ടിയിട്ടിട്ടും നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല.